വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുധനേ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ പാതകർക്കായി നീതി വഴി ഓതി തന്നോനേ പാരിടത്തിൽ നിന്നെ ഓർത്ത് വാഴ്ത്തിടുന്നു ഞാൻ പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ എന്നുമേഘേ വന്നു കാണാം രക്ഷകനെ ഞാൻ നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനെ വാഗ്ദത്തങ്ങളിൽ വിശ്വസനെ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. അപ്പോൾ രാത്രികാലം അത്ഭുത ദൃശ്യമായി ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. ഉറങ്ങി അല്പസമയം ഉണർന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെയും പൊന്നുകാരൻ ചാർത്ത് പിടിച്ച് നടത്തി അവിടുത്തെ ആലോചനയാൽ നടത്തി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നു. എല്ലാറ്റിനും നന്ദി നന്ദി. സ്തോത്രം 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 സ്തോത്രം. വീണ്ടും ഇന്ന് പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ ഏൽപ്പിക്കുകയാ. പരീക്ഷയ്ക്കായിട്ടൊക്കെ കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുന്നവരുണ്ട്. എൻ്റെ അപ്പോൾ അവരെ സഹായിക്കണമേ. ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ. ഉത്തരവാദിത്വം ഉത്സാഹം കൊടുക്കണമേ. നന്നായി പഠിക്കുവാൻ, നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട് കർത്താവേ. BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 11ലും 12ലും പഠിക്കുന്ന മക്കളപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ യേശുപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാതപിടം ചാർന്ന് കടന്നു വരുന്ന ഒരു മക്കളെ ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. തൻ്റെ മക്കളെ മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്തവർക്ക് ഹല്ലേലൂയ മാനിക്കണമേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമായ മക്കളെ അനുഗ്രഹിക്കണേ. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ താങ്ങിക്കൊള്ളണമേ. മാസന്തികളും കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണേപ്പാ.
ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല ചിന്താകുലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സകല വേദനകളെയും അറിയുന്ന കർത്താവ് തൻ്റെ മക്കളുടെ വേദനകൾക്കൊക്കെ അറുതി വരുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ സമയം കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട്. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെയും തിരുസന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ ബാധ്യത പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ സ്തോത്രം സ്തോത്രം. അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല. ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന നല്ലൊരു പിതാവ് ഞങ്ങൾക്കുണ്ട്. ഈ അപ്പന് സകലതും കഴിയുന്നവനാകിയാൽ സ്തോത്രം സ്തോത്രം കർത്താവേ. ഏത് പ്രശ്നവുമായി ഞങ്ങളുടെ പാതപിടം കടന്നു വന്നാലും ഞങ്ങൾക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. അങ്ങയുടെ പാതപിടത്തിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. എൻ്റെ കർത്താവെ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളുണ്ടവരെ സമർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാനെ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്ത് ഓരോ ദിനവും അവരെ പോഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവ് ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. കഷ്ടവും നഷ്ടവും കൂടാതെ ഹല്ലേലൂയ യാതൊരു ഭാരമോ പ്രയാസമോ കൂടാതെ എല്ലാ മക്കൾക്കും എല്ലാ നന്മകളും പ്രാപിച്ചെടുപ്പാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. തൻ്റെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് തൃപ്തിയോടെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പരാജയം കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ആ കുറവുകളെ നികത്തുവാൻ സർവ്വശക്തനാകിയാൽ ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാകണം നടിനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം അനാഥരെയും വിധവകളെയും ഓർക്കുന്ന രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ ആരും ഒരു കഷ്ടമോ സങ്കടമോ അനുഭവിപ്പാൻ അനുവദിക്കരുതേ. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തിത്തരണമേ കർത്താവെ. ദൈവാശ്രയത്തിലും കൃപയിലും ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. സുവിശേഷ വേലകളെ വേലക്കാരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളെ വിട്ടുവിക്കണമേ വിട്ടുവിക്കണേ. എല്ലാ നന്മയും കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഭരിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായിട്ടും ഉത്തരവാദിത്വത്തിലും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണം, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം അനുഗ്രഹിക്കണം, എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണം. നീതിയോടെ ഭരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിട്ടുവിക്കണമേ കർത്താവ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിച്ചാട്ട് കർത്താവ്. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാവരെയും വിട്ടുവിക്കണമേ കർത്താവ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക. തമ്പുരാനെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. തനിയെ ആരെയും അയക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മയും അനുഗ്രഹം ഓരോ മക്കൾക്കും കൊടുത്ത് ഓരോ ദിവസവും പോറ്റിപ്പുലർത്തുന്ന ദൈവം അവിടുന്നാകയാൽ നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവ്. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, യൂറിക് ആസിഡ് ക്രിയാറ്റിനുമുള്ളവർ, കർത്താവ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാലെ ചുമയാലെ ഭാരപ്പെടുന്നതിൻ്റെ മക്കൾ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ സമയം ഹല്ലേലൂയ കർത്താവ്. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ അതാ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയും ഉള്ളവർ, എൻ്റെ ദൈവമായ കർത്താവ് പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ സകലർക്കും മരുന്നും വൈദ്യനുമാകിയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് നല്ല വൈദ്യനും നല്ല മരുന്നുമാകിയാൽ അപ്പോൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. മനസ്സലിയണം, കരുണ കാണിക്കണം. വലയുവാൻ ഭാരപ്പെടുവാൻ, കഷ്ടമനുഭവിപ്പാൻ അനുവദിക്കരുതെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവെ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവെ. എൻ്റെ നാഥാ നീ സഹായിക്കണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹാലലുയ ഹാലലുയ. കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ജീവിതങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. തന്ന സൗഖ്യമോർത്ത് നന്ദിയും സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഞങ്ങൾക്ക് ഹാലലി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷീകരിക്കുവാനും ഭാഗ്യം തരുമാറാകണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെല്ലാം അങ്ങയുടെ പാദപിടത്തിലോട്ട് ചേർത്ത് വയ്ക്കുക കർത്താവേ. ഞങ്ങൾ തമ്മിൽ ഹാലിൽ ഭാരങ്ങൾ അറിയുന്നില്ലെങ്കിലും സ്വർഗം ഓരോ മക്കളെയും ഉള്ളതുപോലെ കാണുന്ന ദൈവമാണ്. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അറിഞ്ഞ് സഹായിപ്പാൻ സർവ്വശക്തനായൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ ആ പിതാവെ ഇന്ന് നോക്കി വിളിപ്പാൻ തക്കണം അങ്ങയുടെ പാദവിടം ഒരുക്കിയെങ്കിൽ ഹാലലുയ. വിടുതൽ നിന്ന് സഹായിപ്പാനും മനസ്സലിവിടെ ദൈവമാകിയാൽ സ്തോത്രം. എല്ലാം അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. പിന്നെയും നന്ദിയുള്ള ഹൃദയത്തോടൊപ്പനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണം. വരാമായിരിക്കുന്നില്ലേ ആപദ്ധനർത്ഥത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിനെ ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.